മനഃപൂർവ്വം വരാത്തത്. എന്തു പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആശ്വസിപ്പിക്കേണ്ടത്? അടിക്ക് മേൽ അടി കൊണ്ട് കുടുംബം ഒന്നാകെ തകർന്നിരിക്കുമ്പോൾ എന്താശ്വാസവാക്ക് പറയും? എന്തു പറഞ്ഞാലും അത് കൂടുതൽ നോവിക്കേ ഉള്ളൂ. വെറുതെ എന്തിനാ അതിന് വഴിവെക്കുന്നത്? എൻ്റെ മനസാക്ഷി സമ്മതിച്ചതുമില്ല. വേണ്ടപ്പെട്ടവരുടെ വേദന കണ്ട് സന്തോഷിക്കുന്നവളല്ല ഈ ദാക്ഷായണി. നിങ്ങളൊക്കെ വിചാരിച്ചു കാണും, ഇത്രയും ഭൂകമ്പമൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ദാക്ഷായണി ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന്. മനഃപൂർവ്വമായിരുന്നു. കൂടുതൽ കണ്ണീര് കാണാൻ ശക്തിയില്ലാത്തതുകൊണ്ടായിരുന്നു. സാരമില്ല, എനിക്കൊരു പരാതിയില്ല. എന്നാലും നമ്മുടെ സുമിത്രയ്ക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. എത്ര ആഘോഷമായിട്ട് നടന്ന കല്യാണമായിരുന്നു. എത്ര സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ട കുട്ടിയാ. ആരുടെ ശാപം കൊണ്ടാണാവോ ഇത്തരത്തിൽ വന്ന് കലാശിച്ചത്? കടിഞ്ഞൂൽ പ്രസവത്തിന് വന്ന് നിൽക്കേണ്ടതിന് പകരം ഭർത്താവ് ഇറക്കി വിട്ടിട്ട് പോരേണ്ടി വരികയെന്ന് വെച്ചാ അതിൽ പരം ഒരു ശാപമുണ്ടോ? അതോർക്കുമ്പോ എന്റെ നെഞ്ചിലൊരു കൊളുത്തി വലിയ. അല്ല, എന്താ ഇനി അടുത്ത പരിപാടി? ഇങ്ങനെ അവിടെ എവിടെ നിന്നതുകൊണ്ടായില്ലല്ലോ. രണ്ടും രണ്ടായെങ്കിലല്ലേ സുമിത്രയ്ക്ക് ഇനിയൊരു ബന്ധം. അക്കാര്യമൊന്നും ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. അവളും അതേപ്പറ്റി ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഒഴിയുന്നില്ലേ? അതുകൊണ്ട് ആർക്ക് എന്ത് മെച്ചം? ഇല്ലത്തൊന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മ തെറ്റിയതുമില്ല എന്നതുപോലെ ആകത്തില്ലേ? വേണ്ടെന്ന് തോന്നിയ പിന്നെ കൂടുതൽ ആലോചിച്ച് സമയം കളയരുത്. വരട്ടെ. അയാള് മനസ്സ് മാറി മര്യാദക്കാരനായി ഇങ്ങോട്ട് വന്ന് വിളിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? എനിക്ക് തോന്നുന്നില്ല. അഥവാ വന്നു കൊണ്ടുപോയി തന്നെ ഇരിക്കട്ടെ, ദുരിതത്തിന് മേല് ദുരിതമായിരിക്കും പിന്നെ സുമിത്രയുടെ ജീവിതം. എത്ര പേരുടെ കഥ നമുക്കറിയാവുന്നതാ. ദേ കളരിക്കല്ലേ ഗീത, ഇത് തന്നെയല്ലേ സംഭവം? ഗീതയുടെ കാര്യം അറിയില്ലേ? നാടടക്കം ക്ഷണിച്ച് ആർഭാടമായിട്ട് നടത്തിയ കല്യാണമല്ലായിരുന്നു. 3-ാം മാസം ദേ പെണ്ണ് വീട്ടിലെത്തി. ചെറുക്കന് നേരത്തെ ഒരു ബന്ധമുണ്ടത്രേ, അതിലൊരു കൊച്ചുണ്ടെന്നാ കേൾക്കുന്നത്. ഗീത 1.5 മാസം വീട്ടിൽ നിന്നിട്ട് അവൻ വന്ന് വിളിച്ചപ്പോ പുറകെ പോയി. 3 ദിവസം. 4-ാം പക്കം തിരിച്ച് വീട്ടിലെത്തുമ്പോഴേ ദേ മുൻവരിയിലെ 2 പല്ലില്ല. അവൻ അടിച്ചു കൊഴിച്ചതാത്രേ. ശരിയാവത്തില്ല ചേച്ചി. ഒരിക്കൽ തെറ്റിയോ പിന്നെ ഒരിക്കലും ആ ബന്ധം സ്വരുമയോടെ പോവില്ല. അയാള് പിന്നെ വിളിക്കോ സംസാരിക്കുവില്ലെന്ന് ചെയ്തോ? ഇല്ല. കണ്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്. അയാള് സംഗതി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞു. എല്ലാം വിധി പോലെ വരട്ടെ. അങ്ങനെ സർവവും വിധിക്ക് വിട്ടുകൊടുത്തിട്ടേ നോക്കിയിരുന്നാലേ സമയം അങ്ങ് പോകും. വേണ്ടത് വേണ്ടപ്പ തന്നെ ചെയ്യണം. ഒരു പെൺകുട്ടിയുടെ ജീവിതമാ. ഒരു ബന്ധം ഇങ്ങനെ ആയിന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴട്ടൊന്നുമില്ലല്ലോ. സുമിത്ര ചെറുപ്പമല്ലേ. അവളെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു നല്ല പയ്യൻ ലോകത്തെവിടെയെങ്കിലും കാണും. ഒരു കണക്കിന് നോക്കുമ്പം ആണുങ്ങളെ മാത്രം പഴി ചാരുന്നത് ശരിയല്ല. ഒരു പെണ്ണിന് ശത്രു വേറൊരു പെണ്ണ് തന്നെയാ. അല്ല, ചോദിച്ചില്ലല്ലോ. പ്രസാദിനെ വശീകരിച്ച ആ അലവലാതി ഏതാ? എനിക്കറിയില്ല. ഇതാ എനിക്ക് പിടിക്കാത്തത്. എന്നോട് പറഞ്ഞാ ഞാനത് പത്രത്തിൽ കൊടുക്കുമെന്ന് പേടിച്ചായിരിക്കും. അയ്യോ, സത്യമായും എനിക്കറിയില്ല. ഈ നിമിഷം വരെ അറിയില്ല. സുമിത്രയ്ക്ക് അറിഞ്ഞൂടെ? അതും എനിക്കറിയില്ല. എന്നോട് പറഞ്ഞിട്ടില്ല. ഒരു വിധത്തില് അതും നല്ലതാ. മനസ്വസ്ഥത കിട്ടുമല്ലോ. പക്ഷെ അറിയേണ്ട സംഗതി നമ്മൾ അമ്മമാര് ചോദിച്ചറിഞ്ഞു വെക്കണം. സുമിത്രയുടെ കാര്യത്തില് അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. കാര്യങ്ങൾ ഈ ഗതിയിലായതുകൊണ്ട് മാത്രമാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. സുമിത്രയെ കാണുമ്പോഴൊക്കെ ഞാൻ ആ സംഗതി ഓർത്തുപോകും. എന്താ? ഏത് കാര്യ ദാക്ഷായണി പറയുന്നത്? നടക്കാണ്ടുപോയി. പക്ഷെ അത് നടക്കേണ്ടതായിരുന്നു. എങ്കിലൊരു പക്ഷേ സുമിത്രയ്ക്ക് ഈ ദുരിതം ഒന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. എനിക്കൊന്നും പിടികിട്ടുന്നില്ലല്ലോ. എന്റെ പ്രേമം പറഞ്ഞിട്ടാ ഞാൻ ഈ വിവരം അറിയുന്നത്. അവന്റെ ഒരു കൂട്ടുകാരനില്ലേ, ദിലീപ്, ഇവിടെ ഇടയ്ക്കൊക്കെ വരുമായിരുന്നില്ലേ? അറിയാം, ഗൾഫിൽ ജോലിയുള്ള. അത് തന്നെ. ദിലീപിനോടെ നമ്മുടെ സുമിത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു അത്രേ. ദിലീപിന് സുമിത്രയോടും. ഇത് സത്യവാ. ദിലീപ് ഈ കാര്യം പ്രേമനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടത്രേ. ശങ്കർജി സാറിനെ കണ്ടു വിവരം പറയാനായിട്ട് ദിലീപ് ഇവിടെ വന്നതുവാ.
പക്ഷേ അപ്പോഴേക്ക് ഇവിടെ നിശ്ചയം കഴിഞ്ഞിരുന്നു. സുമിത്രയുടെ വിധി, അല്ലാതെ എന്തു പറയാനാ? ഞാൻ വീട്ടിൽ നിന്നാ വരുന്നത്. മോളെ തിരക്കിയപ്പോ പുറത്തു പോയിരിക്കാന്ന് അമ്മ പറഞ്ഞു. പരീക്ഷയൊക്കെ തീർന്നല്ലോ, ഇനി എവിടാ പുറത്തു പോകാനെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. പരീക്ഷ ഉണ്ടായിട്ടാണോ ആന്റി പുറത്തു പോകുന്നത്? ഭാസ്യങ്ങളും പ്രേമേട്ടനും ഒക്കെ പുറത്തു പോകുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ആ, എന്നാ എനിക്കും എന്റേതായ ആവശ്യങ്ങളുണ്ട്. ഉണ്ടുണ്ട്, അതെല്ലാം അറിയാം. അറിയാലോ, പിന്നെ എന്തിനാ ആന്റി ഈ അമ്മായി കുശലം? പറയാൻ ഒക്കുന്നിടത്തേക്കല്ലല്ലോ പോക്ക്. അപ്പൊ പിന്നെ അത് പറയാതിരിക്കുന്നതാ വൃത്തി. മനസ്സിലായില്ല ദാക്ഷാണി ആന്റി. ഒക്കെ അസലായി മനസ്സിലായിട്ടുണ്ട്. ഇല്ലെന്ന് ഭാവിക്കല്ലേ മോളും അമ്മയും ഒക്കെ. കണ്ണടച്ചതുകൊണ്ട് മാത്രം ഇരുട്ടാകത്തില്ല കുഞ്ഞേ. ആന്റിക്കിപ്പോ എന്താ അറിയണ്ടേ? ചോദിക്കേ, ഡൗട്ട്സ് എല്ലാം ഞാൻ തീർത്തു തരാം. ചോദിച്ചോ. എനിക്കൊരു ഡൗട്ട്സും ഇല്ലേ. പക്ഷെ എന്റെ മോളായിരുന്നേ ഈ മാതിരി ഡൗട്ട്സുകൾ ഉണ്ടാവുന്ന നിമിഷം അവളുടെ പല്ല് 32 താഴെ കിടന്നേനെ. അതിന് ആന്റിക്ക് മോളില്ലല്ലോ, ഒരു മോനല്ലേ ഉള്ളൂ. അറിയാം, മഹാകാന്താരിയാണെന്ന് പണ്ടേ അറിയാം. ഈ നാക്കാണല്ലോ ശക്തി നമ്മുടെ രണ്ടുപേരുടെയും. ജയിച്ചോ, പറഞ്ഞു ജയിച്ചോ. പക്ഷേ വീട്ടിലൊരുത്തി സ്വന്തം കൂടപ്പറപ്പ് ഇയാള് കാരണം തോറ്റുകിടപ്പാണെന്ന് മറക്കണ്ട. പാവം, അതിന്റെ കുടുംബജീവിതം ഒരു വഴിക്കായി. അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, മോക്ക് കയറി പ്രേമിക്കാൻ വേറെ ആമ്പിള്ളാരെ ആരും കിട്ടാഞ്ഞിട്ടാണോ സ്വന്തം ചേച്ചിയുടെ കെട്ടിയോനെ തന്നെ തെരഞ്ഞെടുത്തത്? ഇതൊന്നും ആരും അറിഞ്ഞില്ലെന്നാണോ മോടെ വിചാരം? അറിഞ്ഞു, അറിയാനുള്ളവരൊക്കെ അറിഞ്ഞു. എന്താ ആരാ എങ്ങനെയാന്നൊന്നും അറിയാൻ പാടില്ലെന്ന് അമ്മ എന്റെ മുമ്പിൽ ഒരു പൊട്ടംകളി നടത്തി. അല്ല, ഏതമ്മയ്ക്കും അതല്ലേ പറ്റൂ, പ്രതി സ്വന്തം മോള് തന്നെ ആവുമ്പോ. പക്ഷേ നിന്നെ ഞാൻ കുറ്റം പറയത്തില്ല കേട്ടോ മോളെ. നീയും കെട്ടുപ്രായത്തിൽ നിൽക്കുകയല്ലേ. ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ തന്നെ അതിന് മോളെ പഴി പറഞ്ഞിട്ട് എന്താ കാര്യം? പെൺമക്കള് വലുതായാലേ അത് ആദ്യം അറിയേണ്ടത് രക്ഷകർത്താക്കളാ. അത് അറിഞ്ഞില്ലെങ്കിലേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു ഡൗട്ട്സും ഇല്ല. എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇല്ലെന്നേ ഈ ആന്റിക്ക് അറിയാം. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് സുമിത്രയാണല്ലോ. എന്തായാലും വിചിത്രമായ ഒരു കുടുംബം തന്നെ. ചേച്ചിയുടെ ഭർത്താവിനെ അനിയത്തി പ്രേമിക്കുക, അതറിഞ്ഞിട്ടും അനിയത്തിയും ചേച്ചിയും കൂടെ ഒരേ വീട്ടില് സന്തോഷമായിട്ട് അങ്ങ് കൂടുക. അയ്യോ, അച്ഛനും അമ്മയും അവരുടെ കൂടെ ചേരുക. ഭഗവതി, അപാരമാണേ നിന്റെ വിളയാട്ടം. ആ അത് പോട്ടെ, ഇപ്പൊ പ്രസാദിനെ കാണാനല്ലേ മോള് പോയത്? എന്താ കണ്ടിരിക്കുന്നേ? പരസ്യമായി കല്യാണമോ അതോ രഹസ്യമായി ഒളിച്ചോട്ടമോ? ഓരോന്നിനും ഓരോ യോഗം ഉണ്ടല്ലോ. നമ്മൾ എത്ര മോഹിച്ചാലും വിധി പോലല്ലേ നടക്കൂ. എന്നാലും ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഭാരം. നേരത്തെ ഒരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഈ ഗതി വരുമായിരുന്നില്ല. എന്താ പ്രശ്നം? കുറച്ചു നേരം ആയല്ലോ ആത്മകഥം. ആരെ പറ്റിയാ? വേറെ ആരെ പറ്റിയാ ഇപ്പം എനിക്ക് സങ്കടപ്പെടാനുള്ളത്? എൻ്റെ സുമിത്രമോളുടെ കാര്യം തന്നെ. ഇന്ന് ദാക്ഷായണി ഇവിടെ വന്നിരുന്നു. എന്നോടൊരു കാര്യം സൂചിപ്പിച്ചു. പറഞ്ഞത് ദാക്ഷായണി ആയതുകൊണ്ട് എത്ര കണ്ട് വിശ്വസിക്കാമെന്ന് നിശ്ചയമില്ല. ദിലീപില്ലേ, കവിതയൊക്കെ എഴുതുന്ന, ഗൾഫിൽ ജോലിയുള്ള ദിലീപ്. ആ, ദിലീപിനെന്താ? ദാക്ഷായണി പറയുക, ദിലീപിന് നമ്മുടെ സുമിത്ര ഇഷ്ടമായിരുന്നെന്ന്. സുമിത്രയ്ക്ക് അങ്ങോട്ടും ഇഷ്ടമായിരുന്നു അത്രേ. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നിട്ട് അവളത് നമ്മളോട് പറഞ്ഞില്ലല്ലോ ശങ്കരേട്ട. അവൾ അന്നത് പറഞ്ഞിരുന്നെങ്കിൽ വിവാഹം നടന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഇനി ആലോചിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം ഭാഗ്യലക്ഷ്മി?
ആ ശരിയാ, ഒരു പ്രയോജനവുമില്ല. എന്നാലും മനസ്സ് ആ വഴിക്ക് തന്നെ പോകുന്നു ശങ്കരേട്ട. എത്ര നല്ല പയ്യനായിരുന്നു. നമ്മുടെ സുമിത്രയ്ക്ക് എല്ലാം കൊണ്ടും ചേർന്നവനായിരുന്നു. സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ എന്തൊരു വിനയമായിരുന്നു, എന്തൊരു തറവാടിത്തമായിരുന്നു. ആ നടക്കാതെ പോയി. വിധി, എൻ്റെ കുഞ്ഞിൻ്റെ ദുർവിധി. പ്രസാദിന്റെ ആലോചന എത്തും മുമ്പേ ആ പയ്യൻ ഒന്ന് വരാമായിരുന്നില്ലേ? മനസ്സിലുള്ളത് നമ്മളോട് പറയായിരുന്നില്ലേ? പോട്ടെ, ഇവൾക്ക് പറയായിരുന്നില്ലേ? പറഞ്ഞില്ല. സർവവും മനസ്സിനകത്ത് അടച്ചു പൂട്ടി വയ്ക്കും. അതാ ഭാഗ്യലക്ഷ്മി നമ്മുടെ സുമിത്ര. മറിച്ചു പെരുമാറിയാൽ അവളുടെ പേര് യമുനയെന്ന് മാറിപ്പോവും. അന്ന് പ്രസാദിന്റെ ആലോചന വന്നപ്പോ ആദ്യം ഒന്നും ഒരു തീരുമാനവും പറയാതെ നിന്നതിന്റെ കാരണം ഇതായിരിക്കും അല്ലേ? ആവാം. പക്ഷേ നമ്മുടെ വാക്കിനെതിര് പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളത് ശീലിച്ചിട്ടില്ലല്ലോ. അത് ഓർക്കുമ്പോഴേ ശങ്കരേട്ട എനിക്ക് സങ്കടം. അവര് തമ്മിൽ ഇഷ്ടമുണ്ടായിരുന്നിട്ടും നമുക്ക് വേണ്ടി അത് വേണ്ടെന്ന് വെച്ചില്ലേ? പാവം. എന്നിട്ട് പകരം കിട്ടിയതോ? അല്ല, ദാക്ഷായണിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? പ്രേമിന്റെ വലിയ കൂട്ടുകാരനായിരുന്നത്രേ ദിലീപ്. അവനോട് ദിലീപ് എല്ലാം പറഞ്ഞിരുന്നു. ഒരുപാട് വിഷമിച്ചാണത്രേ ഗൾഫിലേക്ക് തിരിച്ചു പോയത്. ഓട്ടെ ഭാഗ്യലക്ഷ്മി, ഇനി ദുഃഖിച്ചതുകൊണ്ട് ഒരു ഫലവുമില്ല. നടന്നത് നടന്നു കഴിഞ്ഞു. നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കുന്നത് നിന്റെ മനസ്സെനിക്ക് വായിക്കാം. പക്ഷേ ഇനി നമുക്കായിട്ടൊരു തീരുമാനം എടുക്കാൻ ഒക്കില്ലല്ലോ. ലോകത്ത് പല വീടുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുമാതിരി ഒരെണ്ണം മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റത്തില്ല. അതെന്താ? സ്വന്തം ഭർത്താവിനെ തട്ടിയെടുത്തവളോട് എന്തായിരിക്കും ഒരു ഭാര്യയുടെ മനോഭാവം? വൈരാഗ്യം അല്ലേ? പക്ഷേ ഈ ഒരു കുടുംബത്തില് കഥ വേറെയാ. സുമിത്രയ്ക്ക് ഒരു വിഷമവും പരാതിയും ഇല്ലെന്നേ. പൊട്ടും തൊട്ട് പൗഡറും പൂശി നല്ല സുന്ദരമായിട്ട് ചിരിച്ചോണ്ട് ബാങ്കിൽ പോകുന്നു. മുഖത്ത് കണ്ണുള്ളവരൊക്കെ അന്തം വിട്ടു പോകത്തില്ലയോ? കണ്ടാ നമുക്ക് കലി കയറും. ലോകത്ത് ഇങ്ങനെയുണ്ടോ പെൺപിള്ളേര്? പുറത്ത് നിൽക്കുന്ന നമുക്ക് സഹിക്കുന്നില്ല, പക്ഷെ അനുഭവിക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ല. അവള് പിന്നെ എന്തു ചെയ്യും ചേച്ചി? പ്രസാദ് അങ്ങനെ ചെയ്തെന്ന് വെച്ച് മരിക്കാൻ പറ്റുമോ? കണ്ടോ, ഉടനെ ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ചു. മരിക്കാൻ ആരാ ഇവിടെ പറഞ്ഞത്? ആ അനിയത്തി കൊച്ചിന്റെ ചെവിക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തുകൂടായിരുന്നു എന്നാ എന്റെ ചോദ്യം. സുമിത്രയ്ക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചേച്ചിക്കും അറിയാന്നല്ലേ സുമിത്രയുടെ സ്വഭാവം. സുമിത്രേച്ചി ഒരു പാവ. ഓ, എന്തൊരു സപ്പോർട്ട്! അക്കാര്യത്തില് അമ്മയും മോളും ഒരുപോലെയാ. എടേ, ഇതൊക്കെ ദൈവം കൊടുക്കുന്ന ശിക്ഷയാ. അഹങ്കരിക്കരുത്. ഞാൻ അഹങ്കരിച്ചാ എനിക്കും കിട്ടും. പക്ഷെ നമുക്ക് അഹങ്കരിക്കാൻ വകുപ്പില്ലല്ലോ. വലിയ വലിയ ഡിഗ്രി ഇല്ലാത്ത വെറും ജവളിക്കടക്കാരന് എങ്ങനെ അഹങ്കരിക്കാൻ നോക്കും? അതിനൊക്കെ പറ്റിയവര് കോളേജ് പ്രൊഫസറും എഞ്ചിനീയറും ബാങ്ക് ഓഫീസറും. നമ്മളാര്? പിള്ളാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. തന്തയും തള്ളയൊക്കെയാ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്. ഒടുവിൽ എന്തായി? ചേച്ചി പുറത്തും അനിയത്തിയകത്തും. പ്രസാദ് യമുനെ കൂട്ടിക്കൊണ്ടു പോകുന്നൊക്കെയാ കേൾക്കുന്നത്. കേട്ടോടി, ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമായില്ലല്ലോ. കേക്ക്, ചെവി തുറന്ന് കേക്ക്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ശങ്കരേട്ട അത് സമ്മതിക്കില്ല. പിന്നെ ശങ്കരന്റെ സമ്മതം ചോദിച്ചിട്ടല്ലേ ഇതുവരെയുള്ള തോന്നിവാസങ്ങളൊക്കെ അവൻ സെറ്റപ്പ് ചെയ്തത്. നിന്റെ തലയിൽ വെറും കളിമണ്ണ മീനാക്ഷി, കളിമണ്ണ്. പ്രസാദ് അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. ഓ, എന്തൊരു നാണക്കേടാ. അവരുടെ ദേഹത്ത് ചെളി തെറിക്കുമ്പോ അത് നിങ്ങളെയും കൂടെ ബാധിക്കുമല്ലോ. ഒരു തുള്ളി പോലും ബാധിക്കില്ല. ബാധിച്ചേനെ. ആലോചിച്ച് വച്ചൊരു ബന്ധം നടന്നു പോയിരുന്നെങ്കിൽ. അതേത് ബന്ധുവാ? ഇത് തന്നെ. ബാബുവിന് പറഞ്ഞു വച്ചല്ലായിരുന്നു ഇവളെ. പണ്ട് തോന്നിയ ഒരു മണ്ടത്തരം. അത് ശരി.
അപ്പൊ ഇതിനിടയിൽ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നല്ലേ? പറഞ്ഞില്ലേ മണ്ടത്തരം. അത് ഞാൻ ക്ലീൻ ആയി അങ്ങ് വേണ്ടെന്ന് വെച്ചു. ഓ, ഭാഗ്യമായി. അല്ലെങ്കിൽ എന്തായി പോകുമായിരുന്നു ഈ മോളുടെ ഭാവി? ആ ചെറുക്കന്റെ സ്വഭാവം ഇനി എങ്ങനെയായിരിക്കും എന്ന് ആർക്കറിയാം. ചേച്ചിമാരെ കണ്ടല്ലേ വളരുന്നത്. താരമോൾക്ക് അങ്ങനത്തവനെയൊന്നും വേണ്ടെന്നേ. അല്ല, പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്തിനാ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? ആര് നിർത്തുന്നു? നല്ല ബന്ധം ഏതെങ്കിലും വന്നാ അപ്പൊ നടത്തും. അതാ തീരുമാനം. എന്നാ നല്ലൊരു ബന്ധം ഉടനെ ശരിയാകും. ആലോചനയായിട്ട് ഞാൻ വരുന്നുണ്ട്. ആരാ പയ്യൻ? എവിടുന്നാ? അതൊക്കെ ഞാൻ സാവകാശം പറയാമെന്നേ. പയ്യനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ മാത്രം മതി. പയ്യൻ ഇവളെ ഇഷ്ടപ്പെടണ്ടേ? കൊള്ളാം. ഈ തങ്കക്കുടത്തിനെ ആരാ ഇഷ്ടപ്പെടാത്തത്? സമാധാനമായിട്ട് ഇരുന്നേ, അത് നടക്കും. എന്റെ മനസ്സ് പറയുന്നു. നടക്കട്ടെ. ഒരു